ജോർജ്, ബാർക്കോഴ ഒന്നാം ആരോപണം നമുക്കറിയാം എത്ര മാസം നീണ്ടു നിന്നു എന്നത്. 2014 ഒക്ടോബറിൽ ആരോപണം ഉണ്ടാകുന്നു, ഒരു ചാനൽ ചർച്ചയിൽ ഉണ്ടാകുന്ന ആരോപണം ധനമന്ത്രിയുടെ കോടതി പരാമർശത്തിലുള്ള രാജി വരെ നീളുന്നു, പിന്നീടും വ്യവഹാരങ്ങൾ തുടരുന്നു. ഇതിപ്പോൾ രണ്ടാം ആരോപണം രണ്ടാം ദിവസം കെട്ടടങ്ങുകയാണോ? ഈ ഇന്നലെ വന്ന ശബ്ദരേഖയുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അനിമോൻ. ഇതോടുകൂടി ഇത് അവസാനിക്കുമോ? അല്ല, ഇതിനകത്തെ കേന്ദ്രബിന്ദു, ഈ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു അനിമോനാണ്. തൊടുപുഴയിലുള്ള ഒരു ബാർ ഉടമസ്ഥൻ അനിമോൻ. ആ അനിമോൻ അത് തിരുത്തി പറഞ്ഞു, ഒരു മറുകുറിപ്പ് ഇറക്കി എന്ന് കരുതി ഈ വിവാദം ഇവിടെ കെട്ടടങ്ങുന്ന പ്രശ്നമില്ല. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ബാറുകൾ ഒരു വലിയ വ്യവസായ ശൃംഖലയാണ്. വ്യക്തികൾ നടത്തുന്ന വ്യവസായം, അതിനകത്ത് ബാറുകളിൽ നിന്നുള്ള ലാഭം, മദ്യത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന ലാഭം, അതിൽ നിന്ന് കിട്ടുന്ന ആദായം കേരളത്തിന്റെ പ്രധാനപ്പെട്ട വരുമാനമാണ്. അതുകൊണ്ട് സർക്കാരിന്, കേരള സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റിൽ ഒരു സർക്കാരിന് പോലും അത് അവഗണിക്കാനാവുന്നതല്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് ഈ വിഷയം. ഇവിടെ അനിമോൻ ഒരു ചിന്തിക്കാതെയാണോ, അനിമോൻ അത്രേ ബുദ്ധിയും കഴിവുമുള്ളോ എന്നൊക്കെ സന്ദേഹിക്കുന്ന തരത്തിൽ ഇത് ശബ്ദ സന്ദേശം വഴി അയക്കുകയാണ്. അത് വളരെ ഡാമേജിംഗ് ആണ്, ഗവൺമെന്റിന് ഡാമേജിംഗ് ആണ്, മദ്യ മുതലാളിമാർക്കും അപകടകരമാണ്. ആത്യന്തികപ്പെട്ട് നോക്കുമ്പോൾ അത് ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസത്തെ ഒരു മറുപടി കൊണ്ട് അതിന്റെ പ്രശ്നം പരിഹരിക്കാനാവുന്നതല്ല. അതാണ് ഇതിനകത്തെ അടിസ്ഥാനമായ വിഷയം. അങ്ങനെ പരിഹരിക്കാവുന്നതല്ല. ഞാൻ പറയട്ടെ, നേരത്തെ ഒക്ടോബർ 31 രാത്രി 9 മണിക്കുള്ള ചർച്ചയിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ അവിടെ ന്യൂസ് 18 തന്നെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനും കൂടെ പങ്കെടുത്ത ചർച്ചയാണത്. എന്റെ ഇവിടെ സാന്നിധ്യത്തിലാണ് ബിജു രമേശ് ആ തീ കത്തുന്ന ആരോപണം ഒരു ബോംബ് പോലെ കേരള ജനതയുടെ മുമ്പിൽ പൊട്ടിച്ചത്. ഭയങ്കര സംഭവമായിരുന്നു. അതിന്റെ അലകൾ ഇന്നും നിൽക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതിനകത്തും രേണു ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു. അനിമോൻ, തൊടുപുഴക്കാരൻ, ഒരു ബാർ ഉടമസ്ഥനായ അനിമോൻ അന്നും ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു. ഇന്നും അദ്ദേഹം വേറെ ഒരു തരത്തിൽ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് മാറിയിരിക്കുന്നു. ഒരു ആരോപണത്തിന് നടുക്ക് അനിമോൻ നിൽക്കുകയാണ്. ഇതെങ്ങനെ വരും? തീർച്ചയായിട്ടും അത് അനിമോന് തന്നെ ദോഷമാകും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഒരു ഖേദപ്രകടനം എന്ന മട്ടിൽ അദ്ദേഹം ഒരു കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ വിഷയം തീരുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അന്ന് ഞാൻ പറയട്ടെ, രേണു, അനിമോനെ ജേക്കബ് തോമസ്, അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്നു ജേക്കബ് തോമസ്, ഡോക്ടർ ജേക്കബ് തോമസ്, വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് അന്ന് KM മാണിയെ കൊടുക്കാൻ തന്നെ നീങ്ങുകയായിരുന്നു. KM മാണിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തി. അതിന് പിന്തുണ തേടിയാണ് അനിമോനെ സാക്ഷി പറയാൻ വിളിച്ചത്. അനിമോൻ മാത്രമല്ല, അനിമോന്റെ കൂടെ 3 പേരെ കൂടി അദ്ദേഹം സാക്ഷി പറയാൻ തിരുവനന്തപുരത്ത് വിജിലൻസിലേക്ക് വിളിപ്പിച്ചു. തൊടുപുഴയിൽ നിന്ന് രാവിലെ 9 മണിയോടുകൂടി അദ്ദേഹം യാത്ര തിരിച്ചു. കൊട്ടാരക്കര ആയപ്പോഴത്തേക്ക് അദ്ദേഹം യാത്ര അവസാനിപ്പിച്ചു. അതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സാക്ഷി മൊഴി കൊടുക്കാൻ അന്ന് ഈ 4 സാക്ഷികളും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോർമുല, ആദ്യം അനിമോൻ സാക്ഷി പറയും KM മാണിക്കെതിരെ, പിന്നീട് 3 പേർ കൂടി സാക്ഷി പറയും. രേണു, അനിമോൻ കൊട്ടാരക്കര വന്നിട്ട് കാർ നിർത്തി, എന്നിട്ട് തിരിച്ചുപോയി. അനിമോൻ സാക്ഷി പറയാത്തതുകൊണ്ട് കോട്ടയത്തെ അംബാസഡർ തങ്കച്ചൻ ഉൾപ്പെടെയുള്ള 3 പേരും സാക്ഷി പറഞ്ഞില്ല. ഇതാണ് അന്ന് സംഭവിച്ചത്. ഇപ്പോൾ അനിമോൻ ഇങ്ങനെ ഒരു ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നു. ആ ശബ്ദരേഖ ഇന്ന് കേരളം മുഴുവൻ കണ്ടിരിക്കുന്നു. അത് വലിയ രാഷ്ട്രീയമായിട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം അത് കയ്യിൽ കിട്ടിയൊരു വലിയ ആയുധമാണ്.
അവർ അത് പരമാവധി ഉപയോഗിക്കും. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ അനിമോന്റെ ശബ്ദരേഖ സഹായിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയമായിട്ട് എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥിതി ആണെന്ന് മാത്രമാണ് എനിക്ക് പറയാവുന്നത്. ഇത് ബാർ വിഷയമാണ്, ബാർ കോഴയാണ് വിഷയം. അന്നത്തെ അനിമോൻ ഇതാ വീണ്ടും ഇതുപോലെ ഒരു വിവാദത്തിൽ കേന്ദ്ര ബിന്ദുവായിരിക്കുന്നു എന്ന കാര്യവും എങ്ങനെ വേണമെങ്കിലും ഇനിയും മാറ്റി പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൽ യാതൊരു വ്യക്തതയുമില്ല. വേണമെങ്കിൽ ഇനിയും അത് എങ്ങനെ വേണമെങ്കിലും തിരുത്താൻ കഴിയും എന്നതും